ഹായ് ഫ്രണ്ട്സ്, കിടക്കാൻ പോയാണ്. സമയം 11 മണി കഴിഞ്ഞിട്ടാ. അപ്പം തഫി പറയുന്നത് നമുക്കെവിടെങ്കിൽ പോയാലോ. വന്നായിക്കോട്ടെ, എന്നാൽ പോവാം. നല്ല സുഖമല്ല, തണുപ്പല്ലേ ഇപ്പോൾ. ബൈക്കിൽ ഇങ്ങനെ പോവാലോ. ബൈക്കിന് തണുപ്പിന് പോകാൻ നല്ല രസമല്ലേ, അടിപൊളിയാണ്. ഇപ്പം 11:30 മണിയായിട്ടോ. രാത്രി 11:30 മണി, 11:32. അപ്പം അങ്ങനെ ചെയ്താലും പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടേക്കാണ് പോകേണ്ടി? തലപ്പുറം ഭാഗത്തേക്ക് പോയാലോ. തലപ്പുറം ഭാഗത്ത് പോകാം. അവിടേക്ക് വിടാം. നല്ല മഞ്ഞായിരിക്കും, അടിപൊളി മഞ്ഞായിരിക്കും. കാലുണ്ടല്ലോ, കുറച്ച് നേരമായിട്ട് കാല് എന്തോ ഒരു, ഞാൻ പുറത്തേക്ക് പോയി. പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഷൂ എല്ലാം ഊരി ചെരുപ്പ് ഇടുമ്പോഴത്തേക്ക് കാലിന് എന്തോ ഒരു ചെറിയൊരു വേദന. ചെരുപ്പ് ഇടുമ്പോഴത്തേക്കൊരു വേദന. നോക്കുന്നേക്ക് ചെരുപ്പിലെന്തോ മുനകളിലെന്തോ ഉണ്ടായിനോ എന്നൊക്കെ സംശയം. കാല് ചെറുങ്ങനെ അടിഭാഗം കീറിയിട്ടുണ്ട്. സംഭവം അറിയില്ല. ഇത് കണ്ടോ, നോക്കിയേ, ഇവിടം വരെ ഉണ്ട്. കണ്ടോ, ഇവിടം വരെ നല്ല ആഴത്തിൽ, കുറച്ച് ആഴത്തിൽ തൊലി അങ്ങനെ കീറി. കണ്ടോ, ഔ, ഭയങ്കരമായ വേദനയൊന്നുമില്ല. പക്ഷെ എന്നാലും കാല് നിലത്ത് വെക്കുമ്പോൾ ഒരു ചെറിയൊരു വേദന, ഒരു അസ്വസ്ഥത. കാരണം തൊലി ഇങ്ങനെ കീറിയിട്ടുണ്ട്. എന്തോ കൊണ്ടിനി നീളത്തിൽ, എന്തോ നീളത്തിൽ ഇങ്ങനെ ബെല്ലിനി. അത് ഷൂ ഊരിയിട്ട് ചെരുപ്പ് ഇടുമ്പോഴാണോ, ചെരുപ്പ് ഇട്ടതിന് ശേഷം ആയതാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂ പുറത്ത് ഊരി വെച്ചല്ല. അപ്പോൾ സ്റ്റെപ്പും എൻ്റെ ചെരുപ്പുണ്ടാവും വീട്ടിൻ്റെ ഉള്ളിലിടുന്നത്. അപ്പോൾ സ്റ്റെപ്പുമെന്ന് ചെരുപ്പ് ഇട്ടതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു കാല് മുറിഞ്ഞ പോലെയുള്ളൊരു അസ്വസ്ഥത, കാല് ചെറിയൊരു വേദന പോലെ ഒരു അസ്വസ്ഥത ഉണ്ടായത്. നോക്കുമ്പോഴത്തേക്ക് എന്നിട്ട് ഞാൻ റൂമിലെത്തി നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം കാണുന്നത്. ചെറുങ്ങനെ ഇങ്ങനെ കീറി സംഭവം. ഇങ്ങനെയാണെന്നൊരു ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ ഈ വീട്ടിലെത്തിയതിന് ശേഷം എന്താ സംഭവം എന്നറിയില്ല. പിന്നെ അപ്പോൾ പോയിട്ട് ലൈറ്റായിട്ട് ഒരു ചായ, ഒരു കടി, വെറുതെ ഒരു രസമല്ലേ, ഒരു കറക്കം. നല്ല അടിപൊളി മഞ്ഞിൽ തണുപ്പ്. ഡിസംബറല്ലേ, തണുപ്പ് തുടങ്ങി അറിയാലോ. അടിപൊളി തണുപ്പാ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ നോക്കിയൊരു സാധനം പരിചയപ്പെടുത്തട്ടാ. ഒരു മൂസ് എനിക്കുണ്ടല്ലോ, ഇത്തിരി ഇഷ്ടപ്പെട്ട മൂസാട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞ്, 1-2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതേ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ലെനോവോൻ്റെ ബ്ലൂടൂത്ത് സൈലൻറ്റ് മൂസ് കേട്ടോ. അപ്പോൾ സൈലൻറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാ സുഖം. നോക്കിയേ, നമ്മളീ ഞെക്കുന്ന അറിയില്ല, അത്രയും സൈലൻറ്റാണ്. ഭയങ്കര സുഖം, ഭയങ്കര സ്മൂത്താണ് സാധനം. നല്ല എന്താ പറയുക, നമുക്ക് അത്രയും കയ്യിലിങ്ങനെ ഒതുങ്ങുന്ന, നമുക്കിത് ഉപയോഗിക്കുന്നതിന് ഭയങ്കര സുഖം കേട്ടോ. ഞാൻ മുമ്പെല്ലാം കുറേ ഇത് ഉപയോഗിച്ചിട്ടോ. ഞാൻ ഇത് വാങ്ങിയ പാട് കുറേ ഉപയോഗിച്ചിനി. നമ്മളെ ഐമാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഐമാക്കിൻ്റെ ഇതോ ആപ്പിളിൻ്റെ ഇതാണ്, മൗസാണ്. ബ്ലൂടൂത്ത് മൗസ് തന്നെ. അപ്പോൾ ഞാൻ മാക് ബുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഉപയോഗിക്കൽ. മാക് ബുക്കിന് ഉപയോഗിക്കാൻ വേണ്ടിക്ക് വാങ്ങിയതാണ്. അല്ല അടിപൊളി മൗസ് കേട്ടോ ഇത്. ബ്ലൂടൂത്ത് 1, 2 കണ്ടോ, 1, 2 രണ്ടിടത്തിൽ കണക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒരു വട്ടം പെയർ ചെയ്താൽ തന്നെ പിന്നീട് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെയറാവും, പെട്ടെന്ന് കണക്റ്റ് ആവും. പിന്നെ ഇത് ബാറ്ററി ഇടുന്ന കേട്ടോ. ഇതിൻ്റെ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയെന്താ അറിയാം, ഇത് ഒരു വട്ടം ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ 1-2 വർഷം കഴിഞ്ഞു. ഈ ആകെ ഞാൻ ഒരു വട്ടം ഇതിൻ്റെ ബാറ്ററി മാറ്റിയിട്ടുള്ളൂ. സത്യം, ഇവർ ഇതിൽ തന്നെ എത്രയോ മാസം ഒരു ബാറ്ററി എത്തുമെന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാ. പക്ഷേ എത്ര കാലം എന്നറിയാം ബാറ്ററി എത്തിയത്. ഞാൻ ആകെ വാങ്ങിയിട്ട് ഒരു വട്ടാറ്റേ ബാറ്ററി മാറ്റിയിട്ടുള്ളൂ. ഇതിങ്ങനെ തുറക്കലാണ് കണ്ടോ. ഞാൻ തുറന്നതിന് അതിൻ്റെ ഉള്ളൊരു ബാറ്ററി കണ്ടോ. ഇപ്പോൾ ഒരു നിപ്പോൻ്റെ ബാറ്ററി ആയിട്ട് ഇട്ട്, നിപ്പോ സാധാ ബാറ്ററി, നമ്മളെ ക്ലോക്കിൻ്റെ എല്ലാം ബാറ്ററി ഇല്ല, അങ്ങനത്തെ ബാറ്ററി. ഇതൊരു ബാറ്ററി ഇട്ടിട്ട് എത്ര കാലം എന്നറിയാം, എത്രയോ മാസങ്ങൾ എത്തും ഇതിൻ്റെ ബാറ്ററി ഇട്ടാൽ. പിന്നെ ചിന്തിക്കേ വേണ്ട, കുറേ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അടിപൊളി കേട്ടോ. എനിക്കിത് ഉപയോഗിക്കാനുള്ള ഇതും പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ചെറിയ എന്താ പറയുക, ഇതിലാണ് ഇത് വർക്കാവുന്നത്. നോക്കിയാൽ ഇതിൻ്റെ യൂസ് ചെയ്യാനുണ്ടല്ലോ, അത്രയും നല്ല സുഖം കേട്ടോ. അടിപൊളി മൗസ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നെയാണ്, പരിചയപ്പെടുത്തി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം കേട്ടോ. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം.
ഇത് വേണ്ടവർ കയറി വാങ്ങിക്കോ. കാര്യം ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്ന തന്നെ ഇത് എനിക്കത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, എനിക്കത്ര ഇഷ്ടപ്പെട്ട മൗസായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ടു ഈ മൗസ്. കാരണം അത്രയും സൈലൻ്റായിട്ടുള്ള മൗസാണ്. നല്ല എന്താ പറയുക, നമുക്ക് അത്രയും ഇതായിട്ടുള്ള കയ്യിൽ ഒതുങ്ങി നല്ല സുഖമാണ്, നല്ല സ്മൂത്താണിത്. ഓക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ യൂട്യൂബിൽ എൻ്റെ പേര് സെർച്ച് ചെയ്യുക, അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി, എൻ്റെ ചാനൽ കിട്ടും. എൻ്റെ ചാനലിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നമസ്കാരം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇത് തന്നെ ചെയ്യട്ടാ. ഓക്കെ, മറക്കരുത്. അവനെ ഇവിടുന്ന് പോവാ, പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ടെല്ലാം വരാം. രസമല്ലേ? എനിക്ക് കാലിങ്ങനെ വെക്കാനൊരു ചെറിയ വേദന, കാല് വെക്കുമ്പോൾ ആ കീറിയോണ്ട് അതിന് ഉണങ്ങുന്നവരെ ആവുമെന്നറിയില്ല. പോവാ. ലൈറ്റ് ഓഫ് ആക്കും. പോകാം പോകാം പോകാം, കാല് 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 കാല്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേട്ടാ. വിചാരിച്ച അത്ര തണുപ്പൊന്നുമില്ലല്ലേടി. അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. മഞ്ഞൊന്നും ഇന്നില്ലല്ലോ. മിഞ്ഞാന്നല്ല നല്ല മഞ്ഞായിരുന്നു, മിഞ്ഞാന്നല്ല നല്ല കിട്ടില്ലം പോലത്തെ മഞ്ഞായിരുന്നു. ഇന്നങ്ങനെ മഞ്ഞൊന്നുമില്ല കേട്ടോ, പക്ഷെ ചെറിയൊരു തണുപ്പ്. കുഴപ്പമില്ല ഉണ്ട് കേട്ടോ, ചെറിയ തണുപ്പുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നു, തലപ്പുറം പോകത്തേക്ക് പോകാം അല്ലേ? വെറുതെ അങ്ങോട്ടേക്ക് പോവാം. നാട്ടിൽ കിടന്നെങ്കിൽ എല്ലാ ചായലും കുടിച്ചിട്ട് നല്ല ഇങ്ങനെ വരാം. ഓക്കെ, ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ടോ പോകുന്നൊരു സംശയം. 1-2 വെള്ളം മുകളിൽ മുറ്റി. ആകാശം നല്ല ക്ലിയർ ഉണ്ട്, പക്ഷെ ഇടയ്ക്കൊരു മഴക്കാറ് പോലെ കാണുന്നുണ്ടാ മുകളിൽ. മഴക്കാറ് പോലെ ഉണ്ട്. മഴ തന്നെ ആയിരിക്കും. ചെറുങ്ങനെ 1-2 തുള്ളി ഉറ്റി. അവിടെ ഇവിടെ പോയിക്കത് മഴ പെയ്യുന്നില്ല, മഴ പൊടിയുന്നുണ്ട്, ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട്. ഇല്ല, പൊടിയൊന്നുമില്ല, 1-2 തൊട്ട് ഉറ്റി, പിന്നെ ഉറ്റിട്ടൊന്നുമില്ല. മഴ പെയ്യില്ലാന്ന് വിചാരിക്കാം. നേരത്തെ നല്ല മഴക്കാരായിരുന്നട്ടാ. നേരത്തെ വൈകിട്ട് ഇരുട്ടടിച്ചിട്ടുണ്ടായിന്. ആച്ച് മഴ പെയ്യുന്നു. ഇരുട്ടെന്ന് വെച്ചാൽ മഴക്കാറ് ഇതായിന്, വെയിലെല്ലാം പോയിട്ട് നല്ല മഴക്കാറായിരുന്നു. ആച്ച് മഴ പെയ്യുന്നു, മഴ പെയ്തിട്ടില്ല. ഇനി അതിൻ്റെ മഴ അതിൻ്റെ രാത്രി ഉണ്ടാകുന്നില്ല. മഴ പൊടിയുന്നുണ്ട് കേട്ടോ, ചെറുങ്ങനെ പൊടിഞ്ഞ്. ഇപ്പോൾ ചന്ദ്രനൊക്കെ ഉണ്ടോ? ചന്ദ്രൻ്റെ ചുറ്റിനും താരെല്ലാം കാണുന്നത്. ചന്ദ്രനെ ശരിക്കും കാണുന്നില്ല. ചന്ദ്രൻ്റെ അടുത്തുള്ളെല്ലാം മഴക്കാറാണ്. കണ്ട, മഴക്കാറുള്ളതുകൊണ്ട് ചന്ദ്രനെ കാണുന്നില്ല. ചന്ദ്രനെ കാണുന്നില്ല കേട്ടോ ശരിക്കും. മഴ പെയ്യാണ്ടെന്നാൽ മതി, മഴ പെയ്താൽ പണി കിട്ടും. പൊടിയുന്നുണ്ടല്ലേ? കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ശക്തമായ നിർത്താണ്ട് മഴ പെയ്താൽ പണി കിട്ടി. മഴ പൊടിയുന്നുണ്ട്, പൊടിന് തുടങ്ങി. നിർത്താണ്ട് പെയ്യാന്ന് വിചാരിക്കാം. നിൽക്കും, മഴ പെയ്താൽ തന്നെ നിൽക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ തളിപ്പറമ്പെത്തി. മഞ്ഞൊക്കെ കേട്ടോ. അപ്പോൾ 2 ചായക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല അപ്പം പൊള്ളിച്ചുണ്ട്. നമ്മൾ മുമ്പ് ഇടയ്ക്ക് കഴിക്കലുണ്ട്. കുറച്ച് കഴിച്ചിനി. അപ്പോൾ അപ്പം പൊള്ളിച്ച വേണം വെച്ചിട്ട് വേണ്ടാന്നാണ്. ഇതൊക്കെ വേണ്ട പോലും. അപ്പം പൊള്ളിച്ചോണ്ടേ വേണ്ട. ചെക്കൻ ചായ അടിക്കുന്നുണ്ട്. അത് ചായക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ആലോചിക്ക് കേട്ടോ, അപ്പം പൊള്ളിച്ച വേണോ വേണ്ടി. അപ്പം പൊള്ളിച്ച നൈസാന്ന് കിട്ടെ. അടിപൊളിയാ, നമുക്ക് ഇഷ്ടമാണേ. നൈസ്. അതായത് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുക. ഇവിടെ പഴംപൊരിയെല്ലാം ഉണ്ട്. ഒരു പഴംപൊരി എടുക്കട്ടെ. എനിക്ക് പഴംപൊരി വേണ്ട, അതിൽ കടി വേണോ? ഞാൻ നോക്കട്ടെ. മഴ പൊടിയുന്നുണ്ട്. മഴ നല്ലോണം പൊടിയാൻ തുടങ്ങി. മഴ പൊടിയുന്നുണ്ട്. ഒരു പഴംപൊരി എടുത്ത്. നല്ല നീളമുള്ള പഴംപൊരി. ചെറിയ ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്. തിന്നോക്കട്ടെ. വാവ്. തിന്നോക്കേ. വേണ്ട, എന്നാൽ ചായ എടുക്ക് പറ്റും. ചായ എടുത്ത് വെച്ചു വേർക്ക് പറ്റും. നമുക്ക് വേണ്ട പോലും. അവിടെ സമൂസ ഉണ്ട്. ചൂടുണ്ട്. അപ്പോൾ ചായ എടുത്തിട്ട് വരുന്നുണ്ട്. എങ്ങനെ എടുക്കൂല്? പഴംപൊരി. എൻ്റെ പൊള്ളുന്ന ഓനക്കറിയാം. എന്നാൽ പറയാൻ തന്നെ ഓനെ എനിക്ക് മകൻ കുറച്ചുകൂടെ തരിക. മുമ്പ് നോട്ട് ചെയ്ത് തന്നാ. ഞാൻ അറിയുന്നേക്കണ മുമ്പ് പിലാത്തെല്ലാം ഉണ്ടായതാ. എന്താ ചായ മൊത്തം അടിപൊളി ചായ കേട്ടാ, ഭയങ്കര ഇഷ്ടം.
നല്ല നൈസ്. ആ കുടിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ഞാൻ നല്ലതാണെന്ന് തന്നെ പറയും. നല്ലതാണെന്ന് തന്നെ പറയും. അടിപൊളിയാണ്, അടിപൊളിയാണ്. അതിനൊക്കെ തിരക്കുകൊണ്ട് വരാം. അടിപൊളിയാണ്. അതിനെ പറഞ്ഞിട്ടില്ല, അടിപൊളി. അതൊരു സമൂസ എടുത്തിന്. സമൂസ എന്നാ നോക്ക്. സമൂസ എന്ത് സമൂസയാണെന്ന് അറിയില്ല. ഇതാ പഴംപൊരി. പഴം പൊരിക്കുമ്പോൾ തന്നെ ഉള്ളതോ, പഴം പൊരിക്കുമ്പോൾ തന്നെ പൊരിച്ചതോ. കഴിക്ക്. ചായ അടിപൊളിയാട്ടോ. നൈസ്. മഴ നന്നായിട്ട് പൊടിഞ്ഞിനി. ഇപ്പം നിന്നു. ഇപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങോട്ടുള്ള എന്താ അവസ്ഥ എന്നറിയില്ല. മഴ പെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. പെയ്യണമെന്നാ മതി. കൂട്ടെടുത്തിട്ടില്ല. മഴ പെയ്യുമെന്ന് അറിയുന്നില്ല. എന്താ താമസം എങ്ങനെയുണ്ട്? രസമുണ്ടോ? തിന്നാ നീ എന്താ ചിക്കനാ? എന്നാ വെജിറ്റബിളാ? വെജാ? സമൂസ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം കേട്ടോ. ഓക്കെ. മഴ നിന്നില്ല കേട്ടോ. മഴയായിട്ട് പെയ്തിട്ടൊന്നുമില്ല. ചെറുങ്ങനെ പൊടിഞ്ഞിട്ടേ ഇല്ലു. ഭയങ്കര മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല. നാട്ടിലേക്ക് വിടാം. ഓക്കെ. ഞാൻ നല്ല തണുപ്പ് പ്രതീക്ഷിച്ചു കേട്ടോ. തണുപ്പില്ല, തണുപ്പ് കുറവ്. റെഡിയാ? തണുപ്പുണ്ട് വെച്ചിട്ട് ഇവള് ജാക്കറ്റെല്ലാം സെക്ടറിൽ ഇട്ടിട്ടാൽ മതി. തണുപ്പുണ്ട് ചെറിയ, വലിയ തണുപ്പൊന്നുമില്ല. ചെറിയ തണുപ്പ്. ഒടിയാനാ ബൈ. കറിക്കോ. അപ്പോൾ ഇവിടുന്ന് വിടാം.